നിബോഷ് GIC-1 എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും ഈ ആഴ്ച. ചില ആളുകളെങ്കിലും അടുത്ത മാസം എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. നിബോഷ് GIC-1 എന്ന പേപ്പർ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മിനിമം കുറച്ച് കാര്യങ്ങളുണ്ട്. നിബോഷിനെ കുറിച്ചും നിബോഷ് IGC എന്ന പ്രോഗ്രാമിനെ കുറിച്ചും IGCയുടെ സ്ട്രക്ചറിനെ കുറിച്ചും പല കാൻഡിഡേറ്റ്സിനും എന്താണ് ഈ കോഴ്സ്, എന്തൊക്കെയാണ് ഇതിന്റെ പാർട്ടുകൾ, ഇതൊന്നും അറിയാറില്ല. ജസ്റ്റ് നിബോഷ് പഠിക്കുക എന്ന് പറയും. യഥാർത്ഥത്തിൽ നിങ്ങളാരും ഇനി നിബോഷ് പഠിക്കുക എന്ന് പറയരുത്. നിങ്ങൾ പറയേണ്ടത് നിബോഷ് IGC പഠിക്കുക എന്നുള്ളതാണ്. നിബോഷ് IGC സർട്ടിഫൈഡ് ആണ് എന്നുള്ളതാണ്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച കുറെ CVC കളക്ട് ചെയ്തു. അപ്പൊ കുറെ CVC ഞാൻ വായിക്കുന്ന സമയത്ത് കാണുന്നത് നിബോഷ് സർട്ടിഫൈഡ് എന്നാണ് നിബോഷ് എന്നുള്ളത് നിങ്ങളിൽ ചില ആർക്കെങ്കിലും അറിയും. നിബോഷ് എന്നുള്ളത് ഒരു എഡ്യൂക്കേഷൻ ബോർഡാണ്. ഇംഗ്ലണ്ടില് ലെസ്റ്റർ ആണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ നിബോഷ് നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഇൻ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞ നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു ചാരിറ്റി ട്രസ്റ്റ് ആണ്. പല സർട്ടിഫിക്കറ്റ്സും പല കോഴ്സുകളും ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഓഫർ ചെയ്യുന്നുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോളജ് കൂട്ടുക, കോമ്പിറ്റന്റ് ആയിട്ടുള്ള സേഫ്റ്റി പ്രൊഫഷണൽസുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിബോഷിന്റെ പ്രധാനപ്പെട്ട എയിം. നിങ്ങൾ നിബോഷിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ www.nibosh.org.uk എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് നിബോഷ് ചെയ്യുന്ന സർവീസസുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. നിബോഷിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് RQF ലെവൽ 3 കോഴ്സ് എന്നാണ് ഇതിന് പറയാം. RQF എന്ന് പറഞ്ഞാൽ റെഗുലേറ്റഡ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. ഈ ക്വാളിഫിക്കേഷൻസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് RQF. ഈ ലെവൽ 3 കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സൂപ്പർവൈസർ ലെവൽ അല്ലെങ്കിൽ ഒരു ഓഫീസർ ലെവൽ ആളുകൾ എടുക്കേണ്ട ഒരു കോഴ്സാണ് IGC എന്നുള്ളത്. ഈ IGC ഇപ്പൊ പുതിയ ഒരു രൂപമാണ് 2026. ആരെങ്കിലും പഴയ സിലബസിൽ എൻറോൾ ചെയ്ത് ഈ 2026 ഓഗസ്റ്റിന് മുമ്പ് ആ സിലബസിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ, 2026 ഓഗസ്റ്റിന് ശേഷമാണ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളും ഇനി പുതിയ സിലബസിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസിഷൻ സംഭവിക്കും. അപ്പോൾ ഈ പുതിയ സിലബസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സ്റ്റെപ്സുകൾ, ചില പ്രൊസീജിയേഴ്സുകൾ ഞാൻ വളരെ പെട്ടെന്ന് കാണിക്കാം. 2026 ഓഗസ്റ്റിന് മുമ്പ് IG2 കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ 2026 ഓഗസ്റ്റ് കഴിയുമ്പോൾ പുതിയ ബാച്ച് ഇട്ട് കഴിയുമ്പോൾ IG2 ഒരു വോയിഡ് ആക്കി കളയും. രണ്ടും IG2 ചോദിച്ചേ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? IG2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്, IG1 ഇതുപോലെ കുത്തികളിലേക്ക് കിടക്കുക. ഓക്കെ, ഓഗസ്റ്റ് ബാച്ച് കഴിഞ്ഞാൽ പിന്നെ IG2ന്റെ റിസൾട്ട് എങ്ങനെ വോയിഡ് ചെയ്യുമോ? വീണ്ടും നിബോഷ് ആദ്യം തൊട്ട് എൻറോൾ ചെയ്യണോ? അത് വേണ്ട. നമുക്ക് നിബോഷ് 5 വർഷമാണ് വൺസ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ എക്സാം കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം തരുന്നത്. അപ്പോൾ ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ സിലബസ് ചേഞ്ച് ആയാലും നിങ്ങൾ ഓരോ യൂണിറ്റും ഒന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ മറ്റേ യൂണിറ്റ് മാത്രം പുതിയ സിലബസിൽ എഴുതിയാൽ മതി. പഴയ സിലബസ് പാസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ സിലബസിലും പാസ്സായ യൂണിറ്റ് എഴുതേണ്ട ആവശ്യമില്ല. നിബോഷ് GIC-1 GIC-2 അടങ്ങുന്ന നിബോഷ് IGCയുടെ വളരെ ഈസി ആയിട്ട് ഒരു ഗ്രാഫിക്കലി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നല്ല, വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിബോഷ് IGC ഇപ്പോൾ GIC-1 എന്നുള്ളൊരു പേപ്പറും GIC-2 എന്നുള്ളൊരു പേപ്പറും ഉണ്ട്. ഈ 2 പേപ്പറും പാസ്സായാൽ മാത്രമാണ് നിങ്ങൾക്ക് നിബോഷ് IGC സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഈ നിബോഷ് GIC-1ന് നിങ്ങൾ അതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇത് രജിസ്ട്രേഷൻ നടത്തണം. നിബോഷ് ലേണിംഗ് പാർട്ണർ ത്രൂ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യും. ദെൻ നിങ്ങൾ നിബോഷൻ എക്സാമിന് പ്രിപ്പറേഷൻ നടത്തും. ഈ പ്രിപ്പറേഷന്റെ ഭാഗമാണ് നമ്മുടെ മോക്ക് ടെസ്റ്റും അതിന്റെ ഡിസ്കഷനും. നിങ്ങൾ ലൈവ് സെഷൻസ് ഇരുന്നിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അസൈൻമെന്റ്സുകൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ പ്രിപ്പറേഷന്റെ ഭാഗമാണ്. ദെൻ എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്യും. GIC-1ന് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ്. ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് നിബോഷിന്റെ എക്സാം പ്ലാറ്റ്ഫോമിലാണ്. എക്സാം പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ടേണിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാജറിസം സോഫ്റ്റ്വെയറിൽ കൂടി അപ്ലോഡ് ആവും. ഈ ടേണിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിൽ മാൽ പ്രാക്ടീസ് ഡിറ്റക്ട് ചെയ്യും. മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റിന്റെ എക്സാം പേപ്പർ നോക്കിയിട്ട് അതിൽ ഇൻഫ്ലുവൻസ് ആയി ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി അതേ ബാച്ചിലുള്ള കാൻഡിഡേറ്റ് അല്ല, മുമ്പ് പഠിച്ചൊരു കാൻഡിഡേറ്റിന്റെ ആൻസർ പേപ്പറിൽ നോക്കിയിട്ട് നിങ്ങൾ ഒരുപാട് കോണ്ടന്റ് സിമിലർ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഈസിലി ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ, ഒരുപാട് ഗൈഡുകൾ, സ്റ്റാൻഡേർഡ്സുകൾ, ഇതെല്ലാം നിങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാജറിസം ആയിട്ട് ഇത് കൺസിഡർ ചെയ്യും. ഒരു നിശ്ചിത ലെവൽ ഓഫ് പ്ലാജറിസം വരെ
ആക്സെപ്റ്റബിൾ ആണ്, ഏതാണ് ആ ത്രെഷോൾഡ്, ചിലപ്പോൾ 15% ആയിരിക്കാം, ചിലപ്പോൾ 20% ആയിരിക്കാം. അത് വളരെ കോൺഫിഡൻഷ്യൽ, അതിനെ ബോഷ് പറയാറില്ല. എന്നാൽ ഒരു പെർട്ടിക്കുലർ ത്രെഷോൾഡിനേക്കാൾ കൂടുതൽ പ്ലാജറൈസ്ഡ് കണ്ടന്റ് ഉള്ള കാൻഡിഡേറ്റ്സിനെല്ലാം മാൽ പ്രാക്ടീസ് സസ്പെക്ട് വരും. അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് സസ്പെക്ട് വന്നിട്ടില്ലെങ്കിൽ ദെൻ അപ്പോഴാണ് ഇവാലുവേഷൻ നടത്തുന്നത്. GIC-1 ഓപ്പൺ ബുക്ക് എക്സാമിനേഷന്റെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എക്സാമിനേഴ്സിന് കൊടുക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ് എക്സാമിനേഴ്സ് ഉള്ളത്. ചില ആളുകളൊക്കെ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്, ചില ആളുകളൊക്കെ ട്രെയിനേഴ്സ് ആണ്. ദെൻ ഈ ഇവാലുവേഷനിൽ 100-ൽ 45 മാർക്ക് നിങ്ങൾക്ക് GIC-1 കിട്ടിയാൽ നിങ്ങൾ പാസ്സാകും. 45-ന് താഴെ ആണെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവും. 45 മുകളിലാണെങ്കിൽ മാത്രമാണ് പാസ്സാകുന്നത്. ഇനി ഈ GIC-1 ടേണിറ്റിൽ സബ്മിറ്റ് ചെയ്ത സമയത്ത് മാൽ പ്രാക്ടീസ് സസ്പെക്ട് ചെയ്തു. മാൽ പ്രാക്ടീസ് സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ വരും. ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നെബോഷ് നിങ്ങളോട് ആവശ്യപ്പെടും, ഈ ടേണിറ്റിൽ ഇതേപോലെ പ്ലാജറൈസ്ഡ് കണ്ടന്റ് കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാനുണ്ടോ, ഈ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ പേപ്പർ മാനുവലി ഇത് ചെക്ക് ചെയ്യും. പേപ്പർ ചെക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ നിങ്ങളെ പല പെർഫോമൻസസുകളും ചെക്ക് ചെയ്തേക്കാം. ദെൻ ചെക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് നിങ്ങൾക്ക് തരും. ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ടിൽ ചിലപ്പോൾ നിങ്ങൾ മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, അതേസമയം ടേണിറ്റിനെ ഡിറ്റക്ട് ചെയ്തപ്പോൾ എറർ സംഭവിച്ചതാണ്, നിങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സോഴ്സസ് ആണ് റെഫർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആൻസർ പേപ്പറിന്റെ താഴെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോ മാൽ പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും ഇവാലുവേഷനിലേക്ക് പോകും. ഇവാലുവേഷൻ നടത്തി 45 മുകളിലാണെങ്കിൽ പാസ്സാവും, 45-ന് താഴെ ആണെങ്കിൽ ഫെയിൽ ആവും. പക്ഷേ ടേണിറ്റിൻ ഡിറ്റക്ട് ചെയ്താൽ എറർ സംഭവിക്കുന്നത് വളരെ റെയർ ആണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ മാൽ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും മിക്ക കേസിലും ടേണിറ്റിൻ ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും കാൻഡിഡേറ്റ്സിന് വോയിഡ് ആയിട്ടാണ് റിസൾട്ട് വരുന്നത്, 0 മാർക്കായിട്ട് തരും. അപ്പോൾ ഇത് 0 ആകോ അല്ലെങ്കിൽ അത് ബാൻ ആയിട്ട് 0 ആകോ, ബാനും വരും 0 മാർക്കും വരും. ഒരു 3 വർഷത്തിന് 5 വർഷത്തിന് ലൈഫ് ടൈം ബാൻ വരെ കാൻഡിഡേറ്റ്സിന് കിട്ടിയിട്ടുണ്ട്. ഇത് തീരുമാനിക്കുന്നത് നിങ്ങൾ എത്ര കോണ്ടന്റ് പ്ലാജറിസം ചെയ്ത് അല്ലെങ്കിൽ ഏത് ലെവലിലാണ് നിങ്ങൾ മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ചാണ് ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുക. ഈ GIC-1 ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് യഥാർത്ഥത്തിൽ ഇവാലുവേഷൻ നടത്തുന്നതിന് മുമ്പ്. അത് ക്ലോസിംഗ് ഇന്റർവ്യൂ ആണ്. IG-1 അല്ല, സോറി, GIC-1 ക്ലോസിംഗ് ഇന്റർവ്യൂ. അപ്പൊ ഈ GIC-1 ക്ലോസിംഗ് ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് ആകെ മാർക്കൊന്നും ഉണ്ടാവില്ല, അത് ആകെ ഒറ്റ കാര്യം ചെക്ക് ചെയ്യുന്നുള്ളൂ, നിങ്ങളുടെ പെർഫോമൻസ്. നിങ്ങൾ തന്നെയാണോ അത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങളെ ആൻസർ പേപ്പർ നിങ്ങൾ തന്നെയാണോ നിങ്ങളെ എഴുതിയ ആൻസർ പേപ്പർ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ. നല്ല പെർഫോമൻസ് ആണ്. നല്ല പെർഫോമൻസ് ഇൻ ദ സെൻസ് നിങ്ങൾ എഴുതിയ ആൻസർ പേപ്പർ വളരെ നല്ല പേപ്പറാണ്, നിങ്ങളുടെ പെർഫോമൻസ് വളരെ മോശമാണെങ്കിൽ അപ്പൊ അത് പുവർ പെർഫോമൻസ് ആണ്. അതേസമയം നിങ്ങൾ എഴുതിയ പേപ്പറും മോശമാണ്, നിങ്ങളുടെ പെർഫോമൻസും മോശമാണെങ്കിൽ ക്ലോസിംഗ് ഇന്റർവ്യൂവിന്റെ കേസിൽ ഓക്കെ, ഇയാൾ എഴുതിയ പേപ്പർ തന്നെ ഇയാൾ ഇത് എന്നുള്ളത് ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റും എക്സാമിനർക്ക്. അപ്പോൾ എക്സാമിനർ മാൽ പ്രാക്ടീസ് സസ്പെക്ട് ചെയ്ത് നോട്ടീസ് ഒന്നും നെബോഷിന് കൊടുക്കൂല. അതേസമയം നിങ്ങളുടെ പെർഫോമൻസ് വളരെ മോശമായി, നിങ്ങളെ ആൻസർ പേപ്പർ ആണെങ്കിൽ നല്ല പേപ്പറാണ്, പെർഫോമൻസ് മോശമാണെന്ന് വളരെ റെയർ കേസിൽ സംഭവിക്കുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ ആളുകളുടെയും ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല, എന്നാലും ചില ഇന്റർവ്യൂവേഴ്സ് ഒക്കെ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യും നിങ്ങൾ അത്രക്കും മോശമായിട്ട് പെർഫോം ചെയ്താൽ. അപ്പൊ അത് മാൽ പ്രാക്ടീസ് സസ്പെക്ട് ആയി. ദെൻ മാൽ പ്രാക്ടീസ് സസ്പെക്ട് വന്നാൽ വീണ്ടും ഇതേപോലെ തന്നെ ഈ പ്രൊസീജിയർ പോവും, ഇൻവെസ്റ്റിഗേഷൻ വരും. ഇൻവെസ്റ്റിഗേഷനിൽ ഇങ്ങനെ പറയും, ക്ലോസിംഗ് ഇന്റർവ്യൂയുടെ പെർഫോമൻസ് മാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും. അപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഔട്ട്പുട്ട് എന്താണോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് GIC-1 കേസിൽ. ഇനി GIC-2 കേസിൽ നിങ്ങൾ സംഭവിക്കുന്നത്, ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തും. ഈ മിക്കവാറും നിങ്ങൾ ഒരുമിച്ചായിരിക്കും രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടായിരിക്കാം. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ GIC-1 പ്രിപ്പയർ ചെയ്യും, GIC-2 നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. റിസ്ക് അസസ്മെന്റ് ആണ്, പ്രാക്ടിക്കൽ അസസ്മെന്റ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദെൻ ഇതും സബ്മിറ്റ് ചെയ്യണം നിങ്ങൾ ഒരു എക്സാമിനേഷൻ പ്ലാറ്റ്ഫോമിൽ തന്നെ. GIC-1 സബ്മിറ്റ് ചെയ്ത എക്സാമിനേഷൻ പ്ലാറ്റ്ഫോമിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. ഇതും ടേണിറ്റിൻ സബ്മിഷൻ നടക്കും. ഈ ടേണിറ്റിൻ സബ്മിഷൻ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേണിറ്റിന്റെ ഡേറ്റാബേസിലുള്ള പഴയ കാൻഡിഡേറ്റ്സിന്റെ GIC-2 നിങ്ങൾ കൂടെ സബ്മിറ്റ് ചെയ്യുന്ന ആളുകളുടെ GIC-2 ഗൈഡൻസ് ബുക്കുകൾ, HSEയുടെ ഒരുപാട് ഗൈഡ് ബുക്കുകൾ ഉണ്ട്, ILOയുടെ ഗൈഡ് ബുക്കുകൾ, OSHAയുടെ, NFPAയുടെ, ANSI സ്റ്റാൻഡേർഡ്സുകൾ, ഇതെല്ലാം
ഈ ടേണിറ്റിന്റെ ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കും. സോ ഈ ടേണിറ്റിന്റെ ഡാറ്റാബേസും നിങ്ങളുടെ പ്രോജക്റ്റും കമ്പയർ ചെയ്യും. എന്നിട്ട് എവിടെയെങ്കിലും സിമിലാരിറ്റി ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ത്രഷോൾഡ് വരെ ആക്സെപ്റ്റ് ചെയ്യും. അതിന്റെ മുകളിലേക്കായാൽ അത് മാൽ പ്രാക്ടീസ് ആയിട്ട് സസ്പെക്ട് ചെയ്യും. മാൽ പ്രാക്ടീസ് ഒന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവാലുവേഷൻ നടത്തും. ഇവാലുവേഷൻ നടത്തിയാൽ 60 മാർക്കിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാം. മാക്സിമം മാർക്ക് 100 മാർക്കാണ്. 60 മാർക്കിന് താഴെ ആണെങ്കിൽ ഫെയിൽ ആകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാൽ പ്രാക്ടീസ് സസ്പെക്ട് ചെയ്താൽ ഇൻവെസ്റ്റിഗേഷൻ വരും. നിങ്ങളോട് ഒരു എക്സ്പ്ലനേഷൻ ഇമെയിൽ റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഔട്ട്പുട്ട് ഒരു പക്ഷേ മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആയിരിക്കും. അപ്പോൾ വീണ്ടും അത് ഇവാലുവേഷനിലേക്ക് പോകും, ഇവാലുവേറ്റ് ചെയ്യും. ഇനി മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടിലാണ് ചെയ്തതെങ്കിൽ അത് വോയിഡ് ആവും. വലിയ എമൗണ്ടിലാണ് മാൽ പ്രാക്ടീസ് ചെയ്തത് വോയിഡ് ആകാനും ബാൻ ആകാനും ചാൻസ് ഉണ്ട്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് GIC1ൻ്റെയും GIC2ൻ്റെയും പ്രൊസീജിയർ. ഈ ഭാഗത്താണ് ചിലപ്പോൾ കാൻഡിഡേറ്റ്സ് മിസ്സാകുക. അതായത് ഇൻവെസ്റ്റിഗേഷൻ മാൽ പ്രാക്ടീസ് സസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇമെയിൽ വരും നെബോഷിൻ്റെ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സ് എന്ന്. അത് GIC1 മാൽ പ്രാക്ടീസ് സസ്പെക്ട് ആണെങ്കിലും, അതേപോലെ തന്നെ GIC2ൻ്റെ മാൽ പ്രാക്ടീസ് സസ്പെക്ട് ആണെങ്കിലും, അതേപോലെ തന്നെ ക്ലോസിംഗ് ഇന്റർവ്യൂയുടെ പുവർ പെർഫോമൻസ് ആണെങ്കിലും. അപ്പം നിങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞാൽ, ക്ലോസിംഗ് ഇന്റർവ്യൂ കഴിഞ്ഞാലും, JIC1 സബ്മിഷൻ കഴിഞ്ഞാലും, JIC2 സബ്മിഷൻ കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇൻബോക്സും സ്പാം ബോക്സും റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം. അത് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്ലനേഷൻ ഇമെയിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ഇമെയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ സൈഡ് കൂടി ഇൻവെസ്റ്റിഗേഷനിൽ പരിഗണിക്കുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കാര്യത്തിൽ? സർ, സോഴ്സ് ഓഫ് ഇൻഫർമേഷനിൽ നമ്മൾ റെഫർ ചെയ്യുന്നതെല്ലാം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. ഫ്രം ലേണിംഗ് പാർട്ട്ണർ എന്ന് വെച്ച് അതിനെ അത്രമാത്രം അതിൽ ഒതുക്കുകയാണെങ്കിൽ മാൽ പ്രാക്ടീസിൽ വരും. അത് മാൽ പ്രാക്ടീസിൽ വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ILOയുടെ ഒരു വെബ്സൈറ്റിൽ കയറി, ഇപ്പോൾ ഞാൻ പറയാം ILOയുടെ കൺവെൻഷൻ 155 ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലുള്ള 1-2 സെന്റൻസ് അതേപോലെ കോപ്പി എടുത്ത് ഞാൻ പേസ്റ്റ് ചെയ്തു എൻ്റെ ആൻസർ പേപ്പറിൽ. എന്നിട്ട് ഞാൻ റെഫറൻസ് ലിസ്റ്റ് ചെയ്ത് കൊടുത്ത് ILOയുടെ കൺവെൻഷൻ 155 എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അത് പ്രശ്നമാണ്. കാര്യം നിങ്ങൾ അതേ ഫ്രേസ് ഉപയോഗിച്ച് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, അതേസമയം ഈ ലിസ്റ്റ് ചെയ്ത റെഫറൻസ് ലിസ്റ്റിൽ ഇതില്ലേനും, അപ്പോൾ അത് പ്രശ്നമായിരിക്കും മാനുവലി ചെക്ക് ചെയ്യുന്ന സമയത്ത്. ടേണിറ്റിൻ ഒരുപക്ഷെ സസ്പെക്ട് ചെയ്യും ഇതേപോലെ കോപ്പി അടിച്ചിട്ടുണ്ട്, ബട്ട് അത് സസ്പെക്ട് ചെയ്താലും കുഴപ്പമില്ല. മാനുവലി ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓക്കെ, അത് തെറ്റൊന്നും ഇല്ല എന്നുള്ളത് കണ്ടെത്താൻ പറ്റും ഈ റെഫറൻസ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഈ റെഫറൻസ് ലിസ്റ്റിൽ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് മാൽ പ്രാക്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഒരുപക്ഷെ വോയിഡ് ആകാം, ചിലപ്പോൾ ബാൻ വരെ കിട്ടാം. അപ്പോൾ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് റെഫർ ചെയ്തത് എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, മറ്റ് സോഴ്സ് റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ട. ഇനി നിങ്ങൾ മറ്റ് സോഴ്സസ് കൂടി റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം, റെഫറൻസ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്യണം. ഈ സസ്പെക്ട് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് സസ്പെക്റ്റിന്റെ റിസ്ക് ഒഴിവാക്കാനായിട്ട്. റിസ്ക് അസസ്മെന്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിരുന്ന കണ്ടന്റ് എല്ലാം ഇത് തന്നെയാണ്, പക്ഷെ നമ്മളെ ഈ ഗ്രാമറിലും കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട് ChatGPT ഉപയോഗിച്ചിരുന്നു. അത് പ്രശ്നമാവോ? ഇതിന് കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു, ഞാനത് ഇപ്പോൾ പറയാം. നമ്മൾ ഈ പ്ലാജറിസം കണ്ടെത്തുന്നത് പോലെ തന്നെ ടേണിറ്റിൻ AI ജനറേറ്റഡ് കോണ്ടന്റും കണ്ടെത്തും. AI ജനറേറ്റഡ് കോണ്ടന്റ് കണ്ടെത്തുന്നതിന് ഇപ്പോൾ നിങ്ങൾ ChatGPT യൂസ് ചെയ്തിട്ട് ഗ്രാമർ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ടേണിറ്റിൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാർ എഴുതുന്ന സമയത്ത് നമ്മൾ ഹ്യൂമൻ റൈറ്റിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ എറേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ ഒരു വേർഡ് കഴിഞ്ഞ് അടുത്ത വേർഡ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും ഓരോരുത്തരും എഴുതുക. അതായത് ഓരോരുത്തരുടെയും ചിന്ത വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കണക്റ്റേഴ്സും നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സും ഡിഫറെന്റ് ആയിരിക്കും. അതേസമയം ഈ ChatGPT പോലത്തെ ജനറേറ്റീവ് AI എല്ലാം മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഒരു വേർഡ് കഴിഞ്ഞാൽ അടുത്ത വേർഡ് എന്തായിരിക്കും എന്ന് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലോ ഉണ്ടായിരിക്കും AI ജനറേറ്റഡ് കോണ്ടന്റ്. ആ ഫ്ലോ കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതിയത് AI ആണോ അല്ലെങ്കിൽ ഹ്യൂമൻ ആണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ്, ഫീച്ചർ ഈ ടേണിറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ടേണിറ്റിൻ വളരെ ഈസി ആയിട്ട് കണ്ടെത്തും. നിങ്ങൾ മാൽ പ്രാക്ടീസ് സസ്പെക്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഗ്രാമർ ചെക്ക് ചെയ്യാൻ
നിങ്ങൾ ChatGPT യൂസ് ചെയ്യരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്തതാണെങ്കിലും അത് ChatGPTയിൽ ഇട്ട് ഗ്രാമർ ചെക്ക് ചെയ്ത് ഗ്രാമർ കറക്റ്റ് ചെയ്താൽ അത് പിന്നെ ChatGPTയുടെ വർക്കാണ്, നിങ്ങളുടെ വർക്കല്ല. അതേസമയം നിങ്ങൾക്ക് ഒരു ഐഡിയ കണ്ടെത്താൻ വേണ്ടിയിട്ട് ChatGPT യൂസ് ചെയ്താലും അവസാനം നിങ്ങളത് നിങ്ങളുടെ ടേംസിൽ നിങ്ങളുടെ ഫ്രേസിൽ അത് എഴുതി അങ്ങനെ എഴുതിയാലും എന്ത് ചെയ്യും, ടേണിറ്റിന് കണ്ടെത്തൂല. അത് 100% സേഫ് ആണ്. നിങ്ങൾ പറഞ്ഞ പോലത്തെ കേസ് അത് സേഫ് അല്ല. ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, ട്രൈ ചെയ്യരുത്. ഇനി വേറെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പോൾ ഞാൻ ChatGPT എടുത്തു, ChatGPTന്ന് ഈ എന്താണോ സെന്റൻസ് ആ സെന്റൻസ് എടുത്തു, ശേഷം ഞാനത് എൻ്റെ ടേംസിലേക്കായി മാറ്റി എഴുതി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ടേംസിൽ വൃത്തിയിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഹാക്ക് എന്ന് പറഞ്ഞാൽ, ഈ AI എഴുതുമ്പോഴെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒരു സീക്വൻസിലാണ് ഈ കാര്യങ്ങൾ എഴുതുക. മനുഷ്യന്മാർ ചിന്തിക്കുമ്പോൾ അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വേർഡ്സുകളായിരിക്കും വരിക. ചിലപ്പോൾ അതിന്റെ ഫ്ലുവൻസി നഷ്ടപ്പെടുന്നുണ്ടാവും, ചിലപ്പോൾ അതിന്റെ കൊഹീഷൻസും കൊഹീറൻസും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഇതിന് അങ്ങനെ നഷ്ടപ്പെടൂല ChatGPT അല്ലെങ്കിൽ AI എഴുതുന്ന സമയത്ത്. AI എഴുതുന്ന സമയത്ത് ഇതിന്റെ സെന്റൻസിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആയിരിക്കും. മനുഷ്യന്മാർ എഴുതുന്ന സമയത്ത് സെന്റൻസ് ചിലപ്പോൾ ചെറുതാവും ചിലപ്പോൾ വലുതായിരിക്കും. നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാവും വേർഡ്സുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനുഷ്യന്മാർ എഴുതുന്ന പോലെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആരെങ്കിലും അങ്ങനെ ChatGPT ജനറേറ്റഡ് ഐഡിയാസ് നിങ്ങളുടെ ടേംസിൽ എഴുതുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ ടേംസിലാക്കി എഴുതാൻ, അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് സസ്പെക്റ്റ് വരും. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ലേണിംഗ് സപ്പോർട്ട് ആവശ്യമാണ്, ഒന്നുകൂടി ഇൻഡിവിജ്വൽ ആയിട്ടും അതേപോലെ തന്നെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടും നിങ്ങളെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്കോറോട് കൂടി പാസ്സാകുന്ന രീതിയിൽ ഒരു ട്രെയിനിങ്ങും സപ്പോർട്ടും ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ പറ്റും. എൻ്റെ വാട്സപ്പിൽ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ പാസ്സാകാൻ വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ എക്സാം ഇനി അടുത്ത ആഴ്ചയാണ്, ഈ ആഴ്ചയാണ്, അടുത്ത മാസമാണ്. എന്താണെങ്കിലും നിങ്ങൾ ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതായി ചെയ്യണം. അത് എക്സാം ഓറിയൻറ്റഡ് പ്രിപ്പറേഷനാണ്. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞൊരു കാര്യം, ഞാൻ എല്ലാ വീഡിയോസിലും എല്ലാ സെഷനിലും ഞാൻ പറയുന്ന കാര്യം, ഈ എക്സാം എത്ര 63ാമത്തെ എക്സാം എന്തോ ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇത്ര എക്സാം കഴിഞ്ഞ് അടുത്തൊരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എഴുതുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും നല്ല രീതിയിൽ ആൻസർ എഴുതുന്നുണ്ട്. അത് ഇനി ChatGPTന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണോ എന്നറിയില്ല. എല്ലാവരും നല്ല രീതിയിൽ ആൻസേഴ്സ് എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ബാച്ചിലെ റിസൾട്ടിലും ഇപ്പോൾ 5 or 6 മാർക്ക് മൈനസ് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. നിങ്ങൾക്ക് കാര്യം അറിയുമെന്നറിയില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് 100 മാർക്കിൽ നിങ്ങൾക്കൊരു 60 മാർക്ക് കിട്ടി. ചില മന്ത് എക്സാമിൽ ആ 60-ൽ നിന്ന് ഒരു 5 മാർക്കൊക്കെ കുറക്കും. അത് 5 മാർക്ക് കുറക്കണം എന്താ വെച്ചാൽ, ആ 5 മാർക്ക് ഈ മന്ത് എക്സാം എഴുതിയ എല്ലാ ആളുകളുടെ അടുത്തുനിന്നും കുറക്കും. ഓക്കെ, ഒരു ബോണസ് മാർക്ക് അല്ലെങ്കിൽ മൈനസ് ചെയ്യാൻ മാർക്ക്, അത് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ ബാച്ചിൽ എക്സാം എഴുതിയപ്പോൾ ഇത്ര നന്നാക്കിയിട്ട് കാൻഡിഡേറ്റ്സ് എഴുതിയിട്ടില്ല. ഈ ബാച്ചിൽ നന്നായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ബാച്ചിലെ എക്സാം ഈസിയാണ്. അപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ എഴുതിയ എക്സാമിന് ഈസിയാണ്, ഈ ബാച്ച് കഴിഞ്ഞ എക്സാം ടൈറ്റ് ആണ്, ഈ ബാച്ച് എക്സാം ഈസിയാണ്. അപ്പോൾ ഈ 2 ബാച്ചിന്റെ ഇടയിൽ ഒരു ജസ്റ്റിസ് ഇല്ല. ആ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ ബാച്ചിലെ എല്ലാ ആളുകൾക്കും 5 മാർക്ക് കുറക്കും. ഈ 5 മാർക്ക് കുറക്കുന്നത് ചില കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര സങ്കടമാണ്. 49 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ആൾക്ക് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ 5 മാർക്ക് കുറച്ചതോടുകൂടി ഇയാൾക്ക് 44 മാർക്കായി, ഇയാൾ ഫെയിലായി. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയാണ്, ഇപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുന്നതുകൊണ്ട് നിങ്ങൾ അതിനേക്കാൾ നന്നായിട്ട് എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ബോണസ് മാർക്ക് അല്ലെങ്കിൽ മൈനസ് മാർക്കൊക്കെ വന്ന് നിങ്ങൾ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്ങനെയാണ് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുക? എല്ലാ കാൻഡിഡേറ്റ്സും ഒരു പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സിനാരിയോ വായിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുന്നുണ്ട്, സിലബസ് അടിച്ച് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ഒരു 20 മാർക്കിന് 20 പോയിന്റ്സ് ഒന്നും കിട്ടുന്നില്ല, 15 മാർക്കിന് 15 പോയിന്റ്സ് ഒന്നും കിട്ടുന്നില്ല. ഇതാണ് പല ആളുകളുടെയും കംപ്ലൈന്റ്. യഥാർത്ഥത്തിൽ നിങ്ങൾ പോയിന്റ്സ് ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കുന്ന സമയത്ത്
നിങ്ങൾക്ക് 20 മാർക്കിന് ചിലപ്പോൾ 30-35 പോയിന്റ്സുകൾ കിട്ടും. അതും ഒരേ ചോദ്യങ്ങൾ പല തവണ ചോദിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിൽ ഒരു 95% ചോദ്യവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ ആയിരിക്കും, നോ ഡൗട്ട്. ഒരു 5% ചോദ്യമൊക്കെ, ഒരു 5 മാർക്കിനുള്ള ചോദ്യം, ഏറിപ്പോയി 8 മാർക്കിനുള്ള ചോദ്യമൊക്കെ ആവും ചിലപ്പം ഇതുവരെ ചോദിക്കാത്തതും അതേസമയം നേരത്തെ ചോദിച്ചതിനോട് സാമ്യമുള്ളതുമായിട്ട് ചെറിയ ഡയറക്ഷൻ വ്യത്യാസമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഈ 90 മാർക്കിനുള്ള ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിലിപ്പോൾ ഉണ്ട്, അതിലാർക്കും ഡൗട്ടില്ല. അപ്പൊ ഈ ആൻസേഴ്സും പോയിന്റ്സും ഒക്കെ പരിചയപ്പെടുക. നേരത്തെ നടന്ന 5 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും, പ്രീവിയസ് നടന്ന 5 ക്വസ്റ്റ്യൻ പേപ്പറും അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഐഡിയൽ ആൻസറുമായിട്ട് നിങ്ങൾ ആൻസർ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണ് വീക്ക്നെസ്, ആ ഐഡിയൽ ആൻസർ എഴുതിയതിൻ്റെ സ്ട്രക്ചറും ടോണും വോയിസും ക്ലാരിറ്റിയും കൊഹീഷനും ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആൻസറിൻ്റെ ഇമ്പ്രൂവ്മെന്റ് എവിടെ നടത്തണമെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും. ഇന്ന് റിസൾട്ട് വന്ന് ഈ ഏപ്രിൽ മാസത്തെ എക്സാമിൻ്റെ റിസൾട്ട് എന്നോട് പറഞ്ഞ എല്ലാവരും റിസൾട്ട് എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞ എല്ലാ ആളുകളും എൻ്റെ കാൻഡിഡേറ്റ്സ് പാസ്സായിട്ടുണ്ട്, എല്ലാ ആളുകളും ഇതുവരെ പാസ്സായിട്ടുണ്ട്. 2 പേര് ഡിസ്റ്റിങ്ഷൻ വാങ്ങിയിട്ടുണ്ട്. GIC2 എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട്, 90, 95, 96 ഒക്കെയാണ് GIC2 മാർക്ക്. പിന്നെ 2 ഡിസ്റ്റിങ്ഷൻ, ദെൻ സ്കോർ ജസ്റ്റ് പാസ് ഉള്ളവരുണ്ട് കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ എഴുതാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് 50 അറൗണ്ട് മാർക്കുള്ളവരുണ്ട്, പിന്നെ 65 എബോ മാർക്കുള്ളവരുണ്ട്. സോ ദ തിങ് ഈസ്, നിങ്ങൾ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാവും, നോ നീഡ് ടു വറി. പക്ഷേ പ്ലാജറിസം ആണ് നിങ്ങൾ പേടിക്കേണ്ടത്. നിങ്ങൾ മാർക്ക് ഫെയിൽ ആവുന്നതിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് പ്ലാജറിസം ആണ്. ഞാൻ നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തി അതിൻ്റെ ഐഡിയൽ ആൻസർ ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കാം. ഐഡിയൽ ആൻസർ ഡിസ്കഷൻ ഞാൻ യൂട്യൂബിൽ പബ്ലിക്കലി അവൈലബിൾ ആകില്ല. സോ അത് ലേണിംഗ് ക്ലബ് മെമ്പേഴ്സിന് മാത്രമായിരിക്കും അതിലേക്കുള്ള ആക്സസ് ഉണ്ടാവുക. ചോദിച്ചോളൂ. ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറിനോട് ഡൗട്ട് ചോദിച്ചിട്ടാ ഞാൻ ചെയ്ത പ്രൊജക്ട് ഡെവലപ്പ് ചെയ്ത. എന്റെ വേർഡിങ്സ് തന്നെ ChatGPT ഇട്ടുകൊടുത്ത് ഗ്രാമർ കറക്റ്റാക്കി ചെയ്ത്. ഇപ്പൊ പ്രൊജക്ട് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ ആദ്യം ഒന്നുകൂടെ റീവർക്ക് ചെയ്യേണ്ടി വരും അതില് പ്ലാജറിസം പേടിച്ചിട്ട്. നിങ്ങള് പ്ലാജറിസം പേടിച്ച് ChatGPT ഇട്ട് നിങ്ങൾ ChatGPT ആണ് കറക്റ്റ് ചെയ്തത് എങ്കിൽ ഞാൻ ഡൗട്ടല്ല പറയുന്നത്, ഞാൻ 100% ഉറപ്പ് പറയാം, അത് മാൽ പ്രാക്ടീസ് സസ്പെക്ട് ചെയ്യും. പ്ലാജറിസം സസ്പെക്ട് നിങ്ങൾ കറക്റ്റ് ആണ് ചെയ്തത്. ഇപ്പൊ ചെക്ക് ചെയ്തത് വേറെ, കറക്റ്റ് ചെയ്തത് വേറെ. ChatGPT ഇട്ട് കറക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ചെക്കിങ് മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ അത് കുഴപ്പമില്ല. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ റിസൾട്ട് സേഫ് ആക്കാൻ ഞാൻ പല കാൻഡിഡേറ്റ്സ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നതാണ്. അപ്പോൾ പല ആളുകളും പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പല രാജ്യങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ജോയിൻ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞത് എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഇയാൾ എനിക്കറിയും ടേണിറ്റിൻ്റെ ഒക്കെ മാൽ പ്രാക്ടീസ് ഒക്കെ ഉണ്ട് എന്ന്, പക്ഷെ ഞാനത് ChatGPTയിലേക്ക് ഇട്ടാൽ അത് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഞാനത് ഹ്യൂമനൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു ChatGPTനോട് എന്ന് പറഞ്ഞു. ആള് മാൽ പ്രാക്ടീസ് AI കോണ്ടന്റ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെബോഷിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോളിസിയിൽ നെബോഷ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ വർക്ക് നിങ്ങൾ ChatGPT പോലത്തെ ഒരു AIയിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. നെബോഷിൻ്റെ റിസോഴ്സസുകളും അത് നെബോഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും മറ്റു കാര്യങ്ങൾ അതൊന്നും ChatGPT പോലത്തെ AIയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എടുക്കരുതെന്നും പറയുന്നുണ്ട്. ബട്ട് അതേസമയം നെബോഷ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഐഡിയ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ChatGPT ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കാം. അപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു ചോദ്യം വന്നു, സേഫ്റ്റി കൾച്ചറൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ഈ സിനാരിയോയിൽ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ വാട്ട് ആർ ദ സേഫ്റ്റി കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് അടിച്ചാൽ ആദ്യം വരുന്നത് ജെമിനിയുടെ റിസൾട്ട് ആയിരിക്കും. ഗൂഗിൾ ജെമിനി AI ആണ്, നിങ്ങൾക്ക് അത് നോക്കാം, അത് നോക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അത് കോപ്പി പേസ്റ്റ് അടിച്ച് തേടുമ്പോഴാണ്
പ്രശ്നം. അത് നോക്കിയിട്ട് നിങ്ങൾ സിനാരിയോയിൽ അത് അപ്ലൈ ചെയ്തിട്ട് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നിങ്ങൾക്ക് അത് നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് നോക്കിയിട്ട് അത് സിനാരിയോയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ വേർഡിലായിരിക്കണം അത് എഴുതേണ്ടത്. അതേപോലെ തന്നെ GIC2 നിങ്ങളുടെ വേർഡിലായിരിക്കണം അത് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഗ്രാമറൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഗ്രാമർ ചെക്ക് ചെയ്യുന്നൊരു എക്സാമിനേഷൻ അല്ല ഇത്. നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ അല്ല ഇത്. ഇത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഒക്കുപേഷണൽ സേഫ്റ്റിയുടെ ഒരു കോഴ്സാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ നോളജാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ ഗ്രാമർ അല്ല, ഇംഗ്ലീഷ് സ്റ്റൈലല്ല. അതുകൊണ്ട് നിങ്ങളത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങളത് റീവർക്ക് ചെയ്യണം. നിങ്ങൾ ലേണിംഗ് ക്ലബ്ബുള്ള ആളായത് കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സപ്പോർട്ടും, റീവർക്ക് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. റീവർക്ക് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളോട് പറയാണ്ട് ഞാൻ ഈ സെഷന്റെ എൻഡിൽ അത് പറയാം. ഓക്കെ, എക്സാം ടൈം ഉണ്ടാവുമല്ലോ അല്ലെ? നിങ്ങൾക്ക് 10 ദിവസം, ഒരാഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 10 ദിവസം വരെ സമയമുണ്ട്. 18-ാം തീയതിയോ അല്ലെങ്കിൽ അതേ ശേഷമായിരിക്കും സബ്മിഷൻ ഉണ്ടാവുന്നത്. ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷെ പറയുന്നത് നിങ്ങൾ IG2 ചെയ്യാനായിട്ട് 4 മണിക്കൂർ മതി എന്നോ, 4-5 മണിക്കൂർ, 4 മണിക്കൂർ വന്നിട്ട് 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ GIC2 ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് നെഗോഷ്യ പറയുന്നത്. അത്ര കമ്മിറ്റ്മെന്റിൽ ചെയ്താൽ മതി എന്നുള്ളതാണ് നെഗോഷ്യന്റെ ഒരു ടോണ്. നമ്മൾ കാൻഡിഡേറ്റ്സ് ഒക്കെ ആഴ്ചകളോളം എടുത്തിട്ടാണ് ചെയ്യാം. 4 മണിക്കൂർ മതി നിങ്ങൾക്ക് ഫുള്ള് എഡിറ്റ് ചെയ്യാനായിട്ടും. ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു 4 മണിക്കൂർ മതി എന്നാണ്. പിന്നെ ഓരോരുത്തരുടെ ടൈപ്പിംഗ് സ്പീഡും ഓരോരുത്തരുടെ ബാക്കി നോളജും ഒക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും നെഗോഷ്യൻ്റെ ആവറേജ് കണക്ക് 4 മണിക്കൂറാണ്. 4 മണിക്കൂർ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, ബട്ട് നെഗോഷ്യ പറയുന്നത് അങ്ങനെ. ഇനി ഒരു ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ നിങ്ങൾ എക്സാം തുടങ്ങുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ എക്സാമിൻ്റെ ഫയൽ നെയിം നെബോഷ് എന്താണോ റെക്കമെൻഡ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ ഫയൽ നെയിം ആദ്യം തന്നെ മാറ്റുക. സർനെയിമും ഫോർനെയിമും ലേണർ നമ്പറും ആക്കിയിട്ട് ചെയ്യാം. അത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ചെയ്യുന്നത് സിനാരിയോ വായിക്കലാണ്. സിനാരിയോ നിങ്ങൾ 3 തവണ വായിക്കാം. ഒന്നുകൂടി പേടിക്കണം, 3 തവണ തന്നെ വായിച്ചോളൂ. അതിലൊരു നഷ്ടം വരാനില്ല. ദെൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ നോക്കിയതിനു ശേഷം വീണ്ടും 4ാമത്തെ തവണ നിങ്ങൾ സിനാരിയോ വായിച്ചോളും, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ 4 തവണ വായിക്കാനെന്ന് പറയാനുള്ള കാര്യം വെച്ചാൽ ഫസ്റ്റ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ബട്ട് 2ാം വട്ടം വായിക്കുമ്പോൾ നേരത്തെ വായിച്ചതിൽ എനിക്ക് കിട്ടാത്ത പല പോയിന്റ്സുകളും 2ാം തവണ വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇതൊക്കെ പലപ്പോഴും കണക്റ്റഡ് ആണ്, ഓരോ കാര്യങ്ങളിലും കണക്റ്റഡ് ആണ്. പല ക്ലൂസുകളും ഹിഡൻ ആണ് ആൻസറിന്റെ. അപ്പൊ ആ ഹിഡൻ ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ കണ്ടെത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ 2ഉം 3ഉം തവണ വായിക്കുമ്പോൾ. പിന്നെ ആൻസർ എഴുതാൻ വളരെ ഈസി ആയിരിക്കും. ആൻസർ എഴുതുന്നതിന് മുമ്പ് ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് സ്ട്രക്ചർ മീൻസ് നിങ്ങൾ എന്താണ് എഴുതാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേറൊരു കാര്യം, ഇതിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഓക്കെ, നിങ്ങളോട് ഏതെങ്കിലും പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഇതേ ഓർഡറിൽ എഴുതണം എന്ന് പറഞ്ഞാൽ ഓക്കെ, അല്ലാത്ത ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ അതേ ഓർഡർ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് ഓർഡർ എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ, ഫോർ എക്സാമ്പിൾ പറയാം, ILOയുടെ കൺവെൻഷൻ 155 ഏതെങ്കിലും പെർട്ടിക്കുലർ ആർട്ടിക്കിൾ 16 അണ്ടറിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ആൻസർ പേപ്പർ സിനാരിയായിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞു, എത്രത്തോളം അത് കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ചില ആളുകളുണ്ട് ഈ 16 ABCDE അതായത് ഈ ഓർഡറിൽ ഇങ്ങനെ ഫോളോ, അത് ഈ ഓർഡറിൽ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ E ആണ് ആദ്യം കൺസിഡർ ചെയ്ത്, ദെൻ C, അല്ല ദെൻ D, ദെൻ C, ദെൻ B, ദെൻ A. ഈ റിവേഴ്സ് ഓർഡറിൽ നിങ്ങളത് പോയിന്റ് ലിസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതേ ഓർഡറിൽ ഫോളോ ചെയ്താൽ മാത്രമേ മാർക്ക് തരൂ. ഓർഡർ വ്യത്യാസം ഉണ്ടായാൽ മാർക്ക് തരില്ല, അങ്ങനെയില്ല. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എക്സാമിന്റെ ആൻസർ പ്ലാനിലുള്ള ഓരോ പോയിന്റും നിങ്ങൾ ആൻസർ പേപ്പറിലുള്ള ഒരു പോയിന്റുമായിട്ട് മാച്ച് ആവണം. മാച്ച് ആയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. മാച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടൂല. പിന്നെ മാർക്ക് കാൻഡിഡേറ്റ്സ് മിസ്സാകുന്ന ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ, ഇതിന്റെ സിലബസിനെ കുറിച്ചും ഇതിന്റെ ബാക്കി ടോപ്പിക്സിന്റെ കണക്ഷനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിവുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ 10 മാർക്കിനുള്ള ഒരു ചോദ്യമാണ്, നമുക്കൊരു 15 പോയിന്റ്സുകൾ എഴുതാൻ പറ്റുമെങ്കിൽ 15 പോയിന്റ്സ് എഴുതണം. 20 പോയിന്റ്സ് എഴുതാൻ പറ്റുമെങ്കിൽ വേർഡ് കൗണ്ട്
നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് 20 പോയിന്റ്സ് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ 20 പോയിന്റ്സ് എഴുതുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. വേർഡ് കൗണ്ട് പരിഗണിക്കണം കേട്ടോ. 15 വരെയൊക്കെ എഴുതിയ വേർഡ് കൗണ്ട് സർക്കിളിലുള്ളത് തന്നെ ഉണ്ടായിരിക്കും. അതേസമയം 15ലും കൂടിയാൽ വേർഡ് കൗണ്ട് ചിലപ്പോൾ എക്സീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതങ്ങനെ എഴുതാനുള്ള കാര്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫൈനാൻഷ്യൽ റീസൺസിനെ കുറിച്ച് എഴുതാൻ പറയുന്ന സമയത്ത് നമുക്കറിയാം ഫൈനാൻഷ്യൽ റീസൺസ് നമ്മളൊരു 10 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ 10 ഫൈനാൻഷ്യൽ റീസൺസ് എഴുതി 10ഉം ഡയറക്റ്റ് കോസ്റ്റിൽ നിന്നാണ് എഴുതിയതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 5 മാർക്കായിരിക്കും മാക്സിമം കിട്ടുക. കാര്യം അത് ഡയറക്റ്റ് കോസ്റ്റിൽ നിന്നും ഇൻഡയറക്റ്റ് കോസ്റ്റിൽ നിന്നും മിക്സ് ചെയ്തിട്ട് എഴുതണം. 5 ഡയറക്റ്റ് കോസ്റ്റും 5 ഇൻഡയറക്റ്റ് കോസ്റ്റും. ഇനി ഇൻഷുർഡ് കോസ്റ്റും അൺഇൻഷുർഡ് കോസ്റ്റും കൂടി ഉൾപ്പെടുന്ന ഒരു ആൻസർ കൂടി ആയിരിക്കണം അത്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ഒരു 8 ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റും, ഡയറക്റ്റ് കോസ്റ്റൊന്നും ഇൻഡയറക്റ്റ് കോസ്റ്റൊന്നും, പിന്നെ ഈ അതിൽ തന്നെ ഇൻഷുർഡ് കോസ്റ്റ് ഉൾപ്പെടുത്തിണ്ടായിരിക്കണം, അൺഇൻഷുർഡ് കോസ്റ്റ് ഉൾപ്പെടുത്തിണ്ടാവും. ഇൻഡയറക്റ്റ് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉൾപ്പെടുന്നുണ്ടായിരിക്കും. ഇനി ഇൻഷുർഡിനെ കുറിച്ചും കമന്റ് ചെയ്തിരിക്കണം. അപ്പോൾ ടോട്ടൽ ഒരു 8 16 പോയിന്റ്സുകളൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു മാക്സിമം 10 മാർക്ക് കിട്ടാനുള്ള ചാൻസ്. ആ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സിലബസിൽ ഏതൊക്കെയാണോ അതിന്റെ സബ് ടോപ്പിക്സുകൾ ടച്ച് ചെയ്യുന്നത്, ആ ടച്ച് ചെയ്യുന്നതിൽ ഓരോന്നിനും ലിമിറ്റഡ് ആയിട്ടുള്ള മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ബന്ധപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പണ്ടൊരു മെത്തേഡ് പറയലുണ്ടായിരുന്നു, പീപ്പിളിനെ കുറിച്ചും എക്യുപ്മെന്റിനെ കുറിച്ചും മെറ്റീരിയലിനെ കുറിച്ചും എൻവയോൺമെന്റിനെ കുറിച്ചും പ്രോസസ്സിനെ കുറിച്ചും കമന്റ് ചെയ്യണം പല കാര്യത്തിലും. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും പീപ്പിളും എക്യുപ്മെന്റും പേഴ്സണും പ്രോസസ്സും എൻവയോൺമെന്റും മെറ്റീരിയലും ഇതിനെക്കുറിച്ചൊക്കെ ഓരോന്നിനെ കുറിച്ചും മാക്സിമം പോയിന്റ്സുകൾ എഴുതണം. അപ്പൊ ആ ഒരു ആൻസറിന് ഒരു എന്തുണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടായിരിക്കും, പല ഭാഗങ്ങളെയും ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ മാർക്ക് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് മറ്റൊരു ടിപ്പ്. എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ വർക്ക് റെഗുലർ ആയിട്ട് സേവ് ചെയ്യാം. കുറെ ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ലാപ്ടോപ്പ് അടിച്ചു പോയി, വർക്ക് ഹാങ് ആയി. പ്രത്യേകിച്ച് മൈക്രോസോഫ്റ്റ് വേർഡൊന്നും പരിചയമില്ലാത്ത ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഓരോ ആൻസറും, നിങ്ങൾ എത്ര കമ്പ്യൂട്ടറിനെ കുറിച്ച് പരിജ്ഞാനമുള്ള ആളാണെങ്കിലും നിങ്ങളെ കമ്പ്യൂട്ടർ ഒരു മെഷീനാണ്, അത് കേടാവാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി കാണണം. ആ ഫോർകാസ്റ്റ് ചെയ്തിട്ട്, ആ പ്രശ്നം ഫോർകാസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ആൻസർ എഴുതുമ്പോഴും അത് നിങ്ങളുടെ തന്നെ മറ്റൊരു ഡിവൈസിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ക്ലൗഡ് സ്റ്റോറേജിലേക്കോ നിങ്ങൾ ജിമെയിലിലേക്കോ നിങ്ങൾ തന്നെ വാട്സാപ്പിലേക്കോ മറ്റൊരാൾക്ക് അയക്കരുത്, മറ്റേ കാൻഡിഡേറ്റിന് അയക്കേണ്ട, നിങ്ങളുടെ തന്നെ മറ്റ് എക്സാം എഴുതാത്ത ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് അയച്ചിട്ട് ഓരോ ആൻസറും എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഇതൊക്കെ കമ്പ്യൂട്ടറെ കുറിച്ച് അറിയാത്ത ഒരാൾ ചെയ്യേണ്ടതാണെന്ന്. ബട്ട് അനുഭവം കൊണ്ട് പറയാണ്, ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് എക്സാമിന്റെ സമയത്ത്, ഈവൻ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ചില ആളുകൾ ആ എക്സാമിന്റെ സമയത്ത് സ്ട്രെസ്സിൽ ഇത് മറന്നു പോകും, ദെൻ അത് ചെയ്യാതെ എന്ത് ചെയ്യും, മിസ്സാവും. അങ്ങനെ മിസ്സായാൽ ഒന്നുമില്ല, ചിലപ്പോൾ 5 ടാസ്ക് ഒക്കെ എഴുതിയിട്ടോ, പിന്നെ ആദ്യം തൊട്ട് എഴുതുക, വേറെ ഒന്നും ചെയ്യല്ല. കാരണം ഈ സോഫ്റ്റ്വെയർ ഒക്കെ കുറെ ആളുകൾ ക്രാക്കഡ് വേർഷൻസ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. പ്രീമിയം മൈക്രോസോഫ്റ്റിന്റെ സബ്സ്ക്രിപ്ഷൻ ഉള്ള ആളുകളൊക്കെ കുറവായിരിക്കും. അപ്പൊ ഈ ക്രാക്കഡ് വേർഷൻ ഉപയോഗിച്ചാൽ തന്നെ അത് ചിലപ്പോൾ കുറെ നമ്മളെ ഒരു 12 മണിക്കൂറൊക്കെ ഓണാക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തലകറങ്ങി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബി വെരി കെയർഫുൾ. ദെൻ നിങ്ങൾ ഒന്നുകൊണ്ടും പാനിക് ആവരുത്. എന്ത് വിഷയമാണെങ്കിലും ലേണിംഗ് ക്ലബ്ബ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാനിക് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഞാനും എൻ്റെ ടീമും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ടെക്നിക്കൽ ഇഷ്യൂസ് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പല കേസസുകൾ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. സോ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഇഷ്യൂ ആണ് ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം. എനി ഡൗട്ട്? നോ.
ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ, ചോദിച്ചോളൂ. അതിപ്പോ നമ്മള് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് റീസെറ്റ് ആവുമോ? യെസ്, അപ്ലോഡ് ആബ്സെന്റ് ആയാൽ നിങ്ങൾക്ക് റീസിറ്റ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ 24 മണിക്കൂർ ടൈമിനുള്ളിലാണ് GIC1 അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ വൈകി പോയാൽ, അപ്പോൾ ചിലപ്പോൾ നെവോഷിൻ്റെ ഈ സൈറ്റ് അപ്പോഴും ഓപ്പൺ ആയിരിക്കും. 24 മണിക്കൂർ കഴിഞ്ഞാലും ചിലപ്പോൾ ഒക്കെ നെബോഷിന്റെ സൈറ്റ് തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഡിലേ ഉണ്ടാവാറുണ്ട്, സർവർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ സർവർ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കുറച്ച് മണിക്കൂറും കൂടിയൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ അലവൻസ് തരലുണ്ട്. ഇനി അതില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക റീസൺ കൊണ്ടൊക്കെയാണ് സബ്മിഷൻ ഡിലേ ആയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെബോഷിൽ മാനുവലി റിക്വസ്റ്റ് ചെയ്തിട്ട് മാനുവലി സബ്മിറ്റ് ചെയ്യാം. പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് മെയിൽ അയച്ചിട്ട് സബ്മിറ്റ് ചെയ്യും. അവർ ഒരു പക്ഷേ ആക്സെപ്റ്റ് ചെയ്തേക്കാം. ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള 100% ഷുവർ അല്ല, അവർ ഒരു പക്ഷേ ആക്സെപ്റ്റ് ചെയ്തേക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആബ്സെന്റ് ആയാൽ നെക്സ്റ്റ് ടൈം റീസെറ്റ് ഫീ അടച്ചിട്ട് റീസെറ്റ് ചെയ്യണം. ആ സർ, നമ്മളെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ സെയിം കീവേഡ് നമുക്ക് പുതിയ ഇതില് എക്സാമിന് ഉപയോഗിക്കാൻ പറ്റുമോ? കീവേഡ്സ് ഉപയോഗിക്കാം, ആ എൻറ്റയർ സെന്റൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. കീവേഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കീവേഡ്സ് നിങ്ങളുടെ സെന്റൻസിൽ എഴുതിയാൽ യു ആർ സേഫ്. അതിനെക്കുറിച്ച് ഒന്നും അറിയേണ്ട, കീവേഡ്സ് ഉപയോഗിക്കാം.